ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ വാഴ്ച നന്ദി പറയുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഭവിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമാകും എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൻ്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ അനുഗമിക്കുന്ന ഒരുവൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ അനുഗാമിയായിരിക്കുന്നവൻ അല്ലെങ്കിൽ യേശുവിനെ പിൻചെല്ലുന്നവൻ ഇരുളിൽ നടക്കത്തില്ല. അവന് ജീവൻ്റെ വെളിച്ചമുണ്ടാകും. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, നമുക്കൊരുവനെ പിന്തുടരണമെങ്കിൽ നമ്മൾ ആരെ പിന്തുടരുന്നുവോ അദ്ദേഹത്തെ നമുക്കറിയാൻ പാടുണ്ടാകണം, ഒന്നാമതായിട്ട്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യണം. നമ്മൾ പിന്തുടരുന്ന ആളെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ മാനിക്കാതെ നമുക്ക് നടക്കാമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് നമുക്ക് നമ്മൾ ആരെ പിന്തുടരുന്നുവോ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാതെ നമുക്ക് പിൻചെല്ലുവാൻ സാധ്യമല്ല. നമുക്ക് പറഞ്ഞു തരുന്ന വഴികൾ, നമ്മെ കാണിച്ചു തരുന്ന ദിശകൾ, നമ്മളോട് പറയുന്ന ആശ്വാസ വചസ്സുകൾ, നമുക്ക് തരുന്ന ഗൈഡൻസ്, നമ്മളോട് ഓരോ നിമിഷവും നമ്മെ നടത്തുന്ന ആ വാക്കുകൾ കേൾക്കാതെ, അതിനെ അനുസരിക്കാതെ നമുക്ക് നമ്മുടെ ദൈവത്തെ പിൻചെല്ലുവാൻ സാധ്യമല്ല. യേശുവിനെ പിൻചെല്ലുന്നതിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിച്ചേക്കും. ഒരു ശിഷ്യത്വത്തിൻ്റെ വിളി അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്കുകൾ അതനുസരിക്കുവാൻ, യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ, യേശുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ ഇഷ്ടം അത് അനുസരിക്കാതെ നമുക്കവനെ പിൻചെല്ലുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ പിൻഗാമിയായിരിക്കുന്ന ഒരുവന് ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. എന്താണ് ആ വില? വിലയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അവൻ്റെ ഇഷ്ടം നമ്മളോട് പറയും. അതങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇതിങ്ങനെയേ ചെയ്യാവൂ എന്നൊക്കെ പറയുന്ന യേശുവിൻ്റെ ശബ്ദം. ഓരോ നിമിഷത്തിലും യേശുവിൻ്റെ ശബ്ദം നമ്മളോട് ഇടപെടുമ്പോൾ നമ്മളതിനെ അനുസരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അവനെ പിൻചെല്ലാം, നമുക്ക് അവൻ്റെ കൂടെ നടക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ വെളിച്ചമുണ്ടാകും. ഈ വാക്കുകളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെയും അവൻ എന്നോട് കൂടെയും അത്താഴത്തിനിരിക്കും. കർത്താവിന് സ്തോത്രം. Hallelujah. Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him and dine with him and he with me. ഇന്ന് പകൽ നമുക്കൊരു തീരുമാനം, ഒരു ഉറച്ച തീരുമാനം നമുക്കെടുക്കാം. ഞാൻ എൻ്റെ യേശുവിൻ്റെ വാക്കുകൾക്ക് ആമേൻ പറയുന്നവനായിരിക്കും. അത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറാത്തവനായിരിക്കും. എത്ര ഛേദം വന്നാലും, അത് സംബന്ധമായി എത്ര ബുദ്ധിമുട്ട് വന്നാലും ഞാൻ അവൻ്റെ വാക്കിനെ മാനിക്കും. എന്തുകൊണ്ടെന്നാൽ എനിക്കവനെ പിൻചെല്ലണം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, ഇന്ന് പകൽ അങ്ങയെ പിൻചെല്ലുവാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന, തീരുമാനത്തോടെ ഇരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരിരുളിൽ ഇരിക്കുകയില്ല. അവർ ജീവൻ്റെ വെളിച്ചത്തിന് അധികാരികളാകും.
കർത്താവെ, ഇന്നു പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ്റെ വചസ്സ് ഞങ്ങൾ പ്രാപിക്കുമ്പോൾ ഇന്നു പകൽ വെളിച്ചം ഈ കുഞ്ഞുങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചം പ്രകാശിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മധുര ശബ്ദം കേട്ട് അമ്മേൻ ചിലത് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഇല്ല. ആ പക ഇനി ആവശ്യമില്ല. ഇനി ആ വഴക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അമേൻ, ഇന്നയാളോട് അമേൻ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുഞ്ഞുങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളേവരെയും കർത്താവ്, ഞങ്ങളേവരെയും അങ്ങയുടെ തിരുപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടാട്ട് ശക്തമായിരിക്കുന്ന നിൻ്റെ ശബ്ദം കേട്ട് നടപ്പാൻ കർത്താവ് കൃപ തന്നാട്ട് ഒരു തീരുമാനത്തോടെ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അതിശക്തമായിരിക്കുന്ന കൃപ തന്ന് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ നൽകി, ആഹാരത്തെ നൽകി, വസ്ത്രത്തെ നൽകി, ശ്വസിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട അവൻ ശ്വാസം നൽകി. അതേ കർത്താവെ, അവൻ ആരോഗ്യത്തോടെ ശ്വാസം എടുക്കുവാനും അവൻ അതിൻ്റെ സന്തോഷം അനുഭവിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. യേശു കർത്താവ് മൂലം പ്രാർത്ഥിക്കുന്നു. തേത്തോന്നണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you. God be with you. Shalom.